റഷ്യ യുക്രൈൻ വാർ ഉടനെയൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം റഷ്യയെയും ക്രിമിയയും കണക്ട് ചെയ്യുന്ന ഒരു അതിപ്രധാനപ്പെട്ട ബ്രിഡ്ജാണ് ഇന്നലെ യുക്രൈൻ ബോംബ് ചെയ്ത് തകർക്കാൻ നോക്കിയത്. എല്ലാവർക്കും ടോക്ക് ടുഡേ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റഷ്യയുടെ ഹൈ വാല്യൂ ആസറ്റ്സ് ആണ് കഴിഞ്ഞ 2-3 ദിവസമായി യുക്രൈൻ അവരുടെ അതിശക്തമായ ആക്രമണങ്ങളിലൂടെ തകർത്തെറിഞ്ഞത്. ഈ ജൂൺ മാസം 2 വലിയ ആക്രമണങ്ങളാണ് യുക്രൈൻ റഷ്യയുടെ മേൽ നടത്തിയത്. അതിലൊന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള റഷ്യയുടെ വിമാന താവളങ്ങൾക്ക് നേരെ, റഷ്യയുടെ വ്യോമ താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണമാണ്. വളരെ അതിശക്തമായ ആ ആക്രമണത്തിൽ റഷ്യയുടെ വലിയ ബോംബർ വിമാനങ്ങളായ Tu-95 അതുപോലെ Tu-22M3 പൂർണ്ണമായി നശിച്ചു എന്നുള്ളതാണ് സത്യം. റഷ്യയ്ക്ക് ഇതിലൂടെ വലിയ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് യുക്രൈൻ വരുത്തിവെച്ചത്. ഈ ഒരു ആക്രമണത്തിൻ്റെ ഏറ്റവും ഭയാനകമായ സത്യം എന്തെന്നാൽ, ഈ ആക്രമണത്തിൽ യുക്രൈൻ റഷ്യയുടെ ബോർഡർ ഏരിയ മാത്രമല്ല ടാർഗറ്റ് ചെയ്ത്, ഏകദേശം 4000-5000 കിലോമീറ്റർ ഉള്ളിലുള്ള വ്യോമതാവളങ്ങളെയും അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് റഷ്യയുടെ ബോർഡർ ഏരിയ മാത്രമല്ല, അതിനുള്ളിലുള്ള ഏത് ഏരിയയും ആക്രമിക്കാൻ യുക്രൈൻ ഇപ്പോൾ പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു ആക്രമണത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം, റഷ്യ എന്ന് പറയുന്നത് S-400 പോലെയുള്ള വലിയ ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റമുള്ള ഒരു രാജ്യമാണ്. ആ എയർ ഡിഫൻസ് സിസ്റ്റം ഭേദിച്ച് അതിനകത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് യുക്രൈൻ റഷ്യയുടെ ഈ വലിയ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഭേദിച്ച് അതിനുള്ളിലേക്ക് കടന്നത്? എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തമായ ആക്രമണം യുക്രൈന് റഷ്യയ്ക്കുള്ളിൽ നടത്താൻ കഴിഞ്ഞത്? ഏകദേശം 1.5 വർഷത്തോളം നീണ്ടുനിന്ന പ്ലാനിങ്ങിലൂടെയാണ് യുക്രൈൻ ഈ ഒരു മിഷൻ നടപ്പിലാക്കിയത്. ആദ്യം അവർ ഈ ഡ്രോണുകളെ റഷ്യ യുക്രൈൻ ബോർഡറിലേക്ക് അതീവ രഹസ്യമായി എത്തിച്ചു. അതിനുശേഷം ഈ ഡ്രോണുകളെ വലിയ വലിയ ട്രക്കുകളിൽ ഫിൽ ചെയ്ത് ചാരന്മാരെ ഉപയോഗിച്ച് റഷ്യയ്ക്കുള്ളിൽ അവരുടെ തന്ത്രപ്രധാന മേഖലകളിൽ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഇതുപോലെയുള്ള ഇടങ്ങളിൽ കൊണ്ട് പാർക്ക് ചെയ്തു. ഈ വാഹനങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ ട്രക്കുകളിൽ നിന്ന് പറന്നുയർന്ന ഡ്രോണുകളാണ് റഷ്യയുടെ എയർപോർട്ടുകളെ ഭസ്മമാക്കിയത്. ഈ ആക്രമണങ്ങളുടെ തുടക്കത്തിൽ റഷ്യയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എവിടെ നിന്നാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നതെന്ന്. വളരെ വൈകിയാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇത് സംഭവിക്കുന്നത് റഷ്യയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണെന്ന്. അതുകൊണ്ട് അവർക്ക് ഇതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ആ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം റഷ്യയ്ക്ക് വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. ഈ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ വീണ്ടും യുക്രൈൻ റഷ്യയുടെ മേൽ ആക്രമണം നടത്തുന്നത്. ഇത് റഷ്യയെയും ക്രിമിയയും കണക്ട് ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ, റഷ്യയും ക്രിമിയയും കണക്ട് ചെയ്യുന്ന അവരുടെ ലൈഫ് ലൈൻ എന്ന് പറയാം, ആ ബ്രിഡ്ജിനെയാണ് യുക്രൈൻ ടാർഗറ്റ് ചെയ്തത്. അണ്ടർ വാട്ടർ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാണ് യുക്രൈൻ ഈ ബ്രിഡ്ജിനെ തകർക്കാൻ ശ്രമിച്ചത്. ഇതിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അതിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനെ, ഗതാഗതത്തെ വളരെ നെഗറ്റീവായിട്ട് ഈ ഒരു ആക്രമണം ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 1000 കിലോഗ്രാമിൽ കൂടുതൽ എക്സ്പ്ലോസീവ് വഹിക്കാൻ കഴിയുന്ന അണ്ടർ വാട്ടർ ഡ്രോൺസ് UUVs ഉപയോഗിച്ചാണ് ഈ ബ്രിഡ്ജിന് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയത്. റഷ്യയുടെ സതേൺ മിലിറ്ററിക്ക്, ക്രിമിയയിലുള്ള സതേൺ മിലിറ്ററിക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ എത്തിക്കാൻ റഷ്യ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ പില്ലറുകളെയാണ് യുക്രൈൻ അണ്ടർ വാട്ടർ എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് ആക്രമിച്ചത്. റഷ്യയും യുക്രൈനും സമാധാന ചർച്ചകൾ നടത്തുന്ന ഒരു സമയത്താണ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യയുടെ മേൽ, വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറഞ്ഞാൽ യുക്രൈനിയൻ പ്രസിഡന്റാണ് വ്ളാഡിമിർ സെലൻസ്കി, അദ്ദേഹം റഷ്യയുടെ മേൽ ഇങ്ങനൊരു ആക്രമണം അഴിച്ചുവിടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഉടനെയെന്നും ഒരു സമാധാനം അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാവണം എന്നുള്ളതിനോട് ഒരു താല്പര്യവുമില്ല എന്ന്. റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ആയിരക്കണക്കിന് യുക്രൈനിയൻ പട്ടാളക്കാർക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. മാത്രമല്ല, യുക്രൈൻ്റെ തന്ത്രപ്രധാനമായ പല മേഖലകളും റഷ്യ, ഏകദേശം 20% ഓഫ് ഏരിയ ഇപ്പോൾ റഷ്യയുടെ അണ്ടറിലാണ് ഉള്ളത്. വളരെ നല്ല ഒരു മുന്നേറ്റമാണ് റഷ്യൻ ഫോഴ്സസ്, ഗ്രൗണ്ട് ഫോഴ്സസ് യുക്രൈനിനുള്ളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ഒരു ആക്രമണം, ഓൾറെഡി അവർക്ക് നേരെ നടന്ന ഈ ഒരു ആക്രമണത്തിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കാൻ ഇടയില്ല എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട് ഫോഴ്സസ് ഓൾറെഡി യുക്രൈനുള്ളിൽ അതിശക്തമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുക്രൈൻ്റെ തന്ത്രപ്രധാനപ്പെട്ട പല മേഖലകളും റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് 20%-ന് മുകളിൽ ഇപ്പോൾ റഷ്യയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വലിയ വോറാക്കി മാറ്റി യുക്രൈനിലുള്ള ജനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് റഷ്യൻ പ്രസിഡന്റ് ആഗ്രഹിക്കില്ല.
എന്നാൽ വ്ളാഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ അങ്ങനെയല്ല. വ്ളാഡിമിർ സെലൻസ്കിക്കും യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന US-നും യൂറോപ്പിനും ഇതൊരു വലിയ വോറായി മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അതിശക്തമായ റഷ്യ എന്ന് പറയുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചും US-നെ സംബന്ധിച്ചും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ യുക്രൈനെ മുന്നിൽ നിർത്തി റഷ്യക്കെതിരെ ഈ യുദ്ധം നടത്തുന്നത്. മറ്റൊരു വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ യുദ്ധം യുക്രൈനും റഷ്യയും തമ്മിലല്ല, റഷ്യയും US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. വരും ദിവസങ്ങളിൽ 1,00,000 ഡ്രോൺ യുക്രൈന് നൽകുമെന്ന് UK പ്രഖ്യാപിച്ചത് ഈയിടെയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ യുദ്ധം നീണ്ടുപോകേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണെന്ന്. എന്തായാലും ഈ രാജ്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന ഈ യുദ്ധക്കെണിയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒന്ന് വീഴുമോ ഇല്ലയോ എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് അറിയാൻ കഴിയും.